محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, സർവശക്തനായ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അൽ ഹജ്ജുൽ അക്ബറിന്റെ ഈ ദിനത്തിൽ വൈകുന്നേര സമയത്ത് ഈ വിധം ഒരുമിച്ചു കൂടാനും പടച്ചുതമ്പുരാൻ ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ കുറച്ചുനേരം ചർച്ച ചെയ്യാനും സന്ദർഭമുണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെയും ജീവിതത്തിൽ പിൽക്കാലക്കാരായ മുഴുവൻ സത്യവിശ്വാസികൾക്കും മാതൃകയുണ്ട് എന്ന കാര്യം വ്യക്തമാക്കി. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅ. ഇബ്രാഹിം അലൈഹിസ്സലാമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഒന്നാമതായി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രിയപത്നി ഹാജറ ബീവി, പ്രിയ പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം തുടങ്ങി ഇബ്രാഹിം നബിയുമായി ബന്ധം പുലർത്തുന്ന ആരെല്ലാമുണ്ടോ അവരെല്ലാവരും തന്നെ പിൽക്കാല സമൂഹത്തിന് മാതൃകയാണ് എന്ന കാര്യം വിശുദ്ധ ഖുർആൻ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു. ആരെങ്കിലും ഇബ്രാഹിം അലൈഹിസ്സലാം സ്വീകരിച്ച മാർഗം അതിനോട് എതിരാവുകയും അതിനെ വെറുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ സ്വയം വിഡ്ഢികളാണ്, തന്നെ ഭോഷന്മാരാക്കിയവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് കാണാം. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നാം ദുനിയാവിൽ തെരഞ്ഞെടുത്തു, ആഖിറത്തിൽ അദ്ദേഹം സദ്വൃത്തരുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരിക്കുക. അതിന് പല കാരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്തുൽ ബഖറയിലെ ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിൽ 130 മുതൽക്കുള്ള വചനങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. 2 അടിസ്ഥാന കാരണങ്ങളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ദുനിയാവിൽ യോഗ്യനായി തീരാനും മാതൃകയായി തെരഞ്ഞെടുക്കപ്പെടാനും ആഖിറത്തിൽ സദ്വൃത്തരുടെ മുൻനിരയിൽ ഉണ്ടായിരിക്കാനും കാരണം എന്ന് കാണാം. ഒന്ന്, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തോട് പ്രഖ്യാപിച്ചു, മുസ്ലിം ആവുക, റബ്ബിന്റെ കൽപ്പനകൾക്ക് വിധേയനാവുക. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രത്യുത്തരം നൽകി, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷകനായ അള്ളാഹുവിന് ഞാൻ സമ്പൂർണമായി സമർപ്പിച്ചിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാര്യം, അതാണ് ഇപ്പോൾ നാം ചർച്ചക്കെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം സമ്പൂർണമായി മുസ്ലിമായി. രണ്ടാമത്തെ കാര്യം, മുസ്ലിമാകണം എന്ന വിഷയം അദ്ദേഹം തന്റെ സന്താനങ്ങളെ വസിയത്ത് ചെയ്തു. താൻ ഉൾക്കൊണ്ട ആദർശം ഏതാണോ
ആ ആദർശം തന്റെ കുടുംബത്തിലേക്കും പകർന്നു നൽകി എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഇഹത്തിലും പരത്തിലും യോഗ്യനായി തീരാനുള്ള കാരണം. രണ്ടാമതായി വിശുദ്ധ ഖുർആൻ എണ്ണിക്കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന മക്കളും അതേ കാര്യം അവരുടെ മക്കളോട് പറഞ്ഞു. യാക്കൂബ് അലൈഹിസ്സലാം പ്രത്യേകിച്ചു. എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, നിശ്ചയം അല്ലാഹു നിങ്ങൾക്കൊരു ദീൻ നിശ്ചയിച്ചിരിക്കുന്നു, തെരഞ്ഞെടുത്തിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ആ ദീനിന് കീഴ്പ്പെടുന്നവരായി മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. മരണം ഏത് സെക്കൻഡിലും വരാം. മരിക്കുന്ന സമയം റബ്ബിനോട് എതിര് പ്രവർത്തിക്കുന്ന, റബ്ബിന് ഇഷ്ടപ്പെട്ട, ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, റബ്ബ് അംഗീകരിക്കാത്ത, പൊരുത്തപ്പെടാത്ത ഒരു സംസ്കാരമോ ആദർശമോ സ്വീകരിച്ചുകൊണ്ട് മരണപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മക്കളെ ഓരോരുത്തരെയും അത് ഉപദേശിച്ചു. ആ മക്കളും തങ്ങളുടെ മക്കളോട് അതേ കാര്യം തന്നെ ഉപദേശിച്ചു. അതാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു കാര്യം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്താനങ്ങൾക്ക് ശരിയായ ആദർശം പഠിപ്പിച്ചു കൊടുത്ത കാരണത്താൽ, ആ ആദർശത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ അദ്ദേഹം സ്വയം പുലർത്തിയ കാരണത്താൽ അള്ളാഹു അദ്ദേഹത്തെ ഐഹിക ജീവിതത്തിൽ തെരഞ്ഞെടുത്തു. പാരത്രിക ജീവിതത്തിലും അദ്ദേഹത്തിന് സവിശേഷമായ സ്ഥാനം നിശ്ചയിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് കൃത്യമായ റബ്ബിന്റെ അരികിൽ സ്വീകാര്യമായ ഒരാദർശത്തിന്റെ അടിത്തറയിൽ ജീവിതം നയിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഈദ് സുദിനത്തിൽ പ്രത്യേകം പുതുക്കിയെടുക്കേണ്ട ഒരു പ്രതിജ്ഞയാണ്, വിലയിരുത്തേണ്ട ഒരു സംഗതിയാണ്, മാറ്റം വരുത്താൻ ഒട്ടും അമാന്തം കാണിക്കാൻ പാടില്ലാത്ത ഒരു സുപ്രധാന വിഷയമാണ്. അതുകൊണ്ട് തന്നെ വിഷയസംബന്ധമായി സംക്ഷിപ്തമായ ചില കാര്യങ്ങൾ നമ്മുടെ കാലാവസ്ഥയുടെ സൗകര്യമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, കുടുംബ ബന്ധങ്ങൾക്കുള്ള പവിത്രതയും പ്രാധാന്യവും ഇസ്ലാം എപ്രകാരമാണ് കാണുന്നത് എന്ന് നമുക്ക് ബോധമുണ്ടാകണം. സൂറത്ത് മുഹമ്മദ് 47-ാമത്തെ അധ്യായം അതിൽ 22-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഫഹൽ അസൈതും മിൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർദ് വതുഖത്തിഉ അർഹാമകും. എന്താണ്, നിങ്ങളെങ്ങാനും ഭൂമിയുടെ കൈകാര്യകർത്തൃത്വം നിങ്ങളുടെ കയ്യിൽ വന്നാൽ, നിങ്ങൾക്ക് സ്വാധീനമുണ്ടായാൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരായി ആയേക്കുമോ? നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുന്നവരായേക്കുമോ? വിശുദ്ധ ഖുർആനിന്റെ ഒരു ചോദ്യമാണ്, ഒരു സന്ദേഹമാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്വാധീനം തന്നാൽ, ഒരു പണിയെടുക്കാൻ അല്ലാഹു ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കൊരു അധികാരം തന്നു, കുടുംബത്തിലോ സാമ്പത്തികമായോ സാമൂഹ്യമായോ രാഷ്ട്രീയമായോ നമുക്ക് ഏതെങ്കിലും ഒരു സ്വാധീനവും ഒരു അധികാരവും അല്ലാഹു നമ്മെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുമോ? നിങ്ങൾ കുടുംബങ്ങൾ ശിഥിലമാക്കുമോ? ബന്ധങ്ങൾ മുറിച്ചു കളയുമോ? അൻ തുഫ്സിദൂ ഫിൽ അർദി വതുഖത്തിഉ അർഹാമകും വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ്. സത്യവിശ്വാസി കൃത്യമായി ഉത്തരം പറയും, ഞങ്ങൾ ഒരിക്കലും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരല്ല, നാശം വിതയ്ക്കുന്നവരും ഭീകരതയ്ക്കും തീവ്രതയ്ക്കും കൂട്ടുനിൽക്കുന്നവരുമാകില്ല. ഞങ്ങൾ ഒരിക്കലും കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയില്ല. അതുകൊണ്ട് ബന്ധങ്ങൾ ചേർക്കാൻ ഇസ്ലാം എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് ശരിക്കും നമ്മൾ ഉൾക്കൊള്ളണം. നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ധരിക്കപ്പെടുന്ന ഒരു ഹദീസാണ്, മൻ സറഹു നസാഉ ഫിൽ അജൽ വസിയാദതു ഫിൽ റിസ്ഖ് ഫൽയസിൽ റഹിമ. ആരെങ്കിലും തന്റെ ആയുസ് നീട്ടിക്കിട്ടണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ ഭക്ഷണത്തിൽ കുറവ് വരരുത് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഉപജീവനം തടസ്സമാകരുത് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അവർ കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫൽയസിൽ റഹിമ, കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ എന്നാണ്. കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയും അതിൽ അറ്റുപോയത് മുഴുവൻ വിളക്കി ചേർക്കുകയും വിട്ടുപോകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹു സ്വർഗത്തിലേക്ക് വേണ്ടി കൂടുതൽ പുണ്യം സമ്പാദിക്കാൻ തക്കവണ്ണം ആയുസ് നീട്ടിത്തരും. ഒന്ന്.
രണ്ടാമത്തെ കാര്യം, അള്ളാഹു അവന്റെ ജീവിതത്തിൽ പ്രാരാബ്ധ്യങ്ങളിൽ നിന്ന് അവനെ കരകയറ്റും, റിസ്ക് തരും. ഒരു മനുഷ്യന് ഭൗതിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അനിവാര്യമായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആയുസ്, രണ്ട് റിസ്ക്. ഇത് രണ്ടും ഹലാലായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കിട്ടുന്നത് നല്ലതാണ്. നേരെ മറിച്ച് പരലോകത്തെ മറക്കാനാണ് ഒരാളെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ഇത് വലിയൊരു പരീക്ഷണവുമാണ്. ആയുസ് നീട്ടിക്കിട്ടിയാൽ അത്രയും കാലം ഹറാമ് ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ, സ്വത്തുണ്ടായാൽ അത് ഹറാമിൽ വിനിയോഗിക്കുന്ന സാഹചര്യമാണെങ്കിൽ അത് വലിയൊരു പരീക്ഷണമാണ്. ഏതായിരുന്നാലും ഒരു സത്യവിശ്വാസി നന്മയിൽ ജീവിതം നീട്ടിക്കിട്ടാനാണ് ആഗ്രഹിക്കേണ്ടത്. അതാണ് അള്ളാഹുവോട് ചോദിക്കേണ്ടത്. അങ്ങനെ ആയുസ് നീട്ടിക്കിട്ടാനും അതേപോലെ റിസ്ഖിൽ വർധനവുണ്ടാകാനും എന്തു വേണം? ഫല്യസിൽ റഹിമ, അവൻ അവന്റെ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ചേർത്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അള്ളാഹുവിന്റെ ശിക്ഷ പല നിലക്കാണ്. സൗഫ നുഅദ്ദിബുഹും മറത്തൈൻ സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അദീം. സൂറ തൗബയിൽ നമുക്ക് കാണാം, 2 തവണയാണ് നാം അവരെ ശിക്ഷിക്കുക, പിന്നീടാണ് വലിയ ശിക്ഷയിലേക്ക് അവർ മടക്കപ്പെടുക എന്ന് സൂറത്തു തൗബയിൽ 101-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ് ഈ 2 തവണയുള്ള ശിക്ഷ? ഒന്ന്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിക്കുന്നു, ഒന്ന് അദാബുൻ ഫിദ്ദുനിയ, ഐഹിക ജീവിതത്തിൽ പല നിലക്ക് വ്യക്തിപരമായും സമൂഹത്തിനുമേലും അള്ളാഹു ഇറക്കിയേക്കാവുന്ന ശിക്ഷകൾ പലതരത്തിലാണ്. നൂഹ് അലൈഹിസ്സലാം മുതൽ അദ്ദേഹത്തിന്റെ ജനത നേരിടേണ്ടി വന്ന പ്രളയം മുതൽക്ക് ഇങ്ങോട്ട് വിശുദ്ധ ഖുർആൻ തന്നെ വരച്ചു കാണിക്കുന്ന ഒരുപാട് അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയ സമൂഹമുണ്ട്. എത്രയോ തലമുറകൾ അള്ളാഹുവിന്റെ നാശം ഏറ്റുവാങ്ങിയ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഒന്ന്, ഭൗതികമായി ഏറ്റുവാങ്ങേണ്ടി വരുന്ന ശിക്ഷ. അതിൽ ഭൂചലനമുണ്ട്, പ്രളയമുണ്ട്, വരൾച്ചയുണ്ട്, മാറാ വ്യാധികളുണ്ട്, മനുഷ്യർ പരസ്പരം സംഘങ്ങളായി ചേരിതിരിഞ്ഞ് പരസ്പരം പോരടിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ റബ്ബിന്റെ ശിക്ഷയായി നമ്മുടെ സമൂഹത്തിലേക്ക് വന്നിറങ്ങാൻ ഇടയുള്ള കാര്യങ്ങളാണ്. ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടി വരുന്ന ഓരോ പ്രയാസവും ദുഃഖവും ഒരു പക്ഷേ അത് അള്ളാഹുവിന്റെ ശിക്ഷയാകാം, അതല്ലെങ്കിൽ പരീക്ഷണമായിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ദംബിൻ അഹ്റാ അൻ യുഅജ്ജില അല്ലാഹു തആല ഉഖൂബതഹു ഫിദ്ദുനിയ മാ മാ യദ്ഖിറു ലിസാഹിബിഹി ഫിൽ ആഖിറ മിനൽ ബഗി വഖതിയത്തി റഹിം. 2 കാര്യങ്ങൾ പോലെ മക്കളെ വിളിച്ചിട്ടാ പറയുന്നത്, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്കൊരു ദീൻ തെരഞ്ഞെടുത്തു തന്നിട്ടുണ്ട്, നരകമോചനത്തിന്റെ ഒരു ആദർശം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. തൗഹീദിലാണത് തുടങ്ങുന്നത്. നിങ്ങളുടെ സഹോദരനെ കാണുമ്പോൾ മുഖപ്രസന്നതയോടുകൂടി സമീപിക്കണം എന്നത് അതിന്റെ അവസാനത്തെ ശാഖയാണ്. അതുവരെയുള്ള എല്ലാ വിശേഷങ്ങളും പഠിപ്പിച്ചു. അത് സ്വീകരിക്കുന്ന ആളുകൾക്ക് ഉഖ്ബദ്ദാർ ശുഭപര്യവസാനത്തിന്റെ ഭവനമാണ് എന്നും ഭവനത്തിന്റെ ശുഭപര്യവസാനമാണ് എന്നും, അത് മുറിച്ചു കളയുന്ന ആളുകൾക്ക് സൂദ്ദാർ നികൃഷ്ട ഭവനം നരകത്തിന്റെ അഗ്നിയുടെ അവസ്ഥകളാണ് എന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. ഇത് മുന്നിൽ വെച്ച് ചില കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ മികച്ച കുടുംബത്തിന്റെ ലക്ഷണം? അവരേതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് നിലവാരത്തിൽ കൊണ്ടുവരണം? ഒന്ന്, വമിൻ ആയാതിഹി അൻ ഖലഖകും മിൻ തുറാബ് ثم ഇദാ അൻതും ബശറുൻ തൻതശിറൂൻ. റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളെ മണ്ണിൽ നിന്ന് പടച്ചു, നിങ്ങൾ ഭൂമിയിലാകമാനം വ്യാപരിച്ചു. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ അവൻ ഇണകളെ ഉണ്ടാക്കി, നിങ്ങൾ സമാധാനം കൊള്ളാൻ ഇണയിലേക്ക്. നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹബന്ധവും കരുണയും നിശ്ചയിച്ചു. ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. 30-ാമത്തെ അധ്യായം സൂറത്ത് റൂമിലെ 20-21 വചനങ്ങളാണ്. റബ്ബ് ആരാണ്, അവരെ മാത്രമേ ആരാധിക്കാവൂ എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ
ഉൾക്കൊള്ളാൻ ഒരുപാട് തെളിവുകൾ, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഏകനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ഈ പ്രപഞ്ചത്തിന് ഒരു ഇലാഹു മാത്രമേ ഉള്ളൂ എന്നും കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് തെളിവുകളുണ്ട്. ആ തെളിവുകളുടെ കൂട്ടത്തിൽ ഒന്നാണ് കുടുംബജീവിതം. നിങ്ങളെ മണ്ണിൽ നിന്ന് പടച്ച് നിങ്ങൾ ഭൂമിയിലാകമാനം വ്യാപരിച്ചു എന്നുള്ളത് ഈ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയാണ്. എന്നിട്ടാണ് നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ കുടുംബ ബന്ധം ചേർക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇണകളെ തെരഞ്ഞെടുക്കുന്ന വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തഖ്വയുള്ള റബ്ബിനെ ഭയപ്പെടുന്ന ഒരു യുവാവ് നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിച്ചു വന്നാൽ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. അതല്ലെങ്കിൽ ദുനിയാവിൽ ഒരിക്കലും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഫിത്ന പടരും. അതേപോലെ പുരുഷന്മാരായ യുവത്വത്തിലെത്തിയ ആളുകളെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും വിവാഹത്തിനുള്ള ഒരു നിലവാരത്തിലേക്ക്, ഒരു പക്വതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫല്യതസവ്വജ്, ഉടനെ നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളണം. യാ മഅ്ശറ ശബാബ് എന്ന് വിളിച്ചിട്ടാണ് പഠിപ്പിച്ചത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ നിയന്ത്രിക്കാൻ, ഹറാമിലേക്ക് പോകാതെ നിയന്ത്രിക്കാനും നിങ്ങളുടെ ലൈംഗിക സദാചാരം കാത്തു സൂക്ഷിക്കാനും മെച്ചപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ തസവ്വജൽ അബ്ദു ഫഖദ് ഇസ്തക്മല നിസ്ഫു ദീനി. ശരിക്കും ചിന്തിക്കണം, ഒരാൾ വിവാഹിതനാവുന്നതോടുകൂടി ദീനിന്റെ പകുതി പൂർത്തിയായി. ഫല്യത്തഖില്ലാ ഫീമാ ബഖി, ബാക്കിയുള്ളതിൽ കൂടി അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ. കല്യാണം കഴിക്കുന്ന ആൾക്ക് കിട്ടുന്ന ദീന് കല്യാണം കഴിക്കാത്ത ആൾക്ക് കിട്ടൂല. വറഹ്ബാനിയത്തൻ ഇബ്തദഉഹാന, ബ്രഹ്മചര്യം അത് ബിദ്അത്താണ്. ഫമാ റഅൗഹാ ഹഖ്ഖ റിആയതിഹാ, ഒരാൾക്കും അത് പാലിക്കാൻ സാധിച്ചിട്ടില്ല. ബ്രഹ്മചര്യം സ്വീകരിക്കാൻ തീരുമാനിച്ച എല്ലാ സമൂഹവും ദുഷിച്ച കഥകൾ അതിന്റെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടാകും. ഈ ലോകത്ത് ഒരു സമൂഹത്തിനും ബ്രഹ്മചര്യം പാലിക്കാൻ, യഥാവിധി പാലിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായി. നമുക്ക് പ്രാണവായു ആവശ്യമാണ്, അത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ആവശ്യമാണ്, ഭക്ഷണം ആവശ്യമാണ്, പാർപ്പിടവും വസ്ത്രവും ആവശ്യമാണ്, ലൈംഗിക വികാരങ്ങൾ ശമിപ്പിക്കുന്ന സാഹചര്യങ്ങളും അതുപോലെ ആവശ്യമാണ്. അതുകൊണ്ട് വിവാഹ ജീവിതം നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ദീനിന്റെ ഒരു പകുതി പൂർത്തീകരിച്ചു. ആദർശ നിലവാരത്തിൽ തന്റെ ഇണയെ പോറ്റി വളർത്തുന്നതിന്റെ പേരിൽ, സന്താനങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ പേരിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ വർദ്ധിപ്പിക്കുന്നതിന്റെ പേരിൽ കിട്ടുന്ന പുണ്യം അവിവാഹിതർക്ക് എങ്ങനെ ലഭിക്കും? അതുകൊണ്ട് ദീനിന്റെ പകുതി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെയാണ് നൽകുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വന്തം ഇണയുടെ വായിലേക്ക് ഒരു ചോറുരുള വെച്ചു കൊടുക്കുന്നത് പോലും എത്രമാത്രം പുണ്യപ്രദമാണ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഇണകളെ തെരഞ്ഞെടുക്കുന്നിടത്തും ഇണകളായി ജീവിക്കുന്നിടത്തുമാണ് ശ്രദ്ധിക്കേണ്ടത്. മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സാലിഹ ഫഖദ് ആനഹു അലാ ശത്രി ദീനി, ഒരാൾക്ക് അല്ലാഹു സദ്വൃത്തയായ ഒരു ഭാര്യയെ, ഇണയെ തെരഞ്ഞെടുക്കാൻ അവസരം നൽകിയാൽ ദീനിന്റെ പകുതി നൽകി അല്ലാഹു അവനെ സഹായിച്ചിരിക്കുന്നു. ഫല്യത്തഖില്ലാഹ ഫിശ്ശത്രി സാനി, ദീനിന്റെ അടുത്ത പകുതിയിൽ അവൻ അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദുനിയ കുല്ലുഹാ മതാഅ, ദുനിയാവ് മുഴുവൻ വിഭവങ്ങളാണ്. വഖൈറു മതാഇ ദുനിയ അൽ മർഅതു സ്സാലിഹ. സ്വഹീഹ് മുസ്ലിം നമുക്ക് കാണാം, ദുനിയാവിലെ ഏറ്റവും മികച്ച വിഭവം സദ്വൃത്തയായ ഒരു ഭാര്യയാണ്, ദീനുള്ള ഒരു ഭാര്യ. തുഈനുഹു ലിൽ ഈമാൻ, അവൾ അവനെ ഈമാനിനു വേണ്ടി സഹായിക്കുന്നു എന്നാണ്. സ്വന്തം ഭർത്താവിനെ ഈമാനിൽ ജീവിക്കാൻ, ദീനിന്റെ അടിത്തറയിൽ മുന്നോട്ടു പോകാൻ, അല്ലാതെ ഹറാമിലേക്ക് പ്രേരിപ്പിക്കാനല്ല. ഡാൻസിലേക്കും പാട്ടിലേക്കും മ്യൂസിക്കിലേക്കും അശ്ലീലങ്ങളിലേക്കും ആഭാസങ്ങളിലേക്കും ദുനിയാവിന്റെ താൽക്കാലിക വിഭവങ്ങളിലേക്കും മാത്രം പ്രേരിപ്പിച്ചുകൊണ്ട് ദീനിനോടടുക്കാൻ അനുവദിക്കാത്ത, ദീനിൽ താല്പര്യം കാണിക്കുമ്പോൾ വെറുപ്പ് പുലർത്തുന്ന, അതിൽ വൈമനസ്യമുണ്ടാക്കുന്ന, അതിന്റെ പേരിൽ പിണങ്ങുന്ന ഇണകൾ അല്ല. മറിച്ച് ഈമാൻ വളരാൻ, ഈമാനിനോടടുക്കാൻ, പരലോക വിജയത്തിൽ ശ്രദ്ധിക്കാൻ, നരകമോചനത്തിൽ പ്രത്യേകം താല്പര്യം കാണിക്കാൻ സ്വന്തം ഭർത്താവിനെ സഹായിക്കുന്ന ഒരു ഭാര്യ ഒരാൾക്കുണ്ടെങ്കിൽ ദുനിയാവിൽ എത്ര ദരിദ്രനാണെങ്കിലും അയാൾ ധന്യനാണ്. ഒരാൾക്ക് ഈ ദുനിയാവിൽ സ്വന്തമാക്കാവുന്ന ഏറ്റവും നല്ല വിഭവം പരലോകബോധമുള്ള ഒരു ഇണയാണ്. ഈ ബോധം ആദ്യം ഉണ്ടാവേണ്ടത് ഇണകൾക്കാണ്, ഭാര്യമാർക്കാണ്.
ഞങ്ങൾ അങ്ങനെ ആയിരിക്കണം, അപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അനുയോജിച്ചവരായി തീരുക എന്ന് ശരിയായ രൂപത്തിൽ തിരിച്ചറിയണം. അവിടെയാണ് കുടുംബജീവിതത്തിന്റെ ഭദ്രത ആരംഭിക്കുന്നത്. റബ്ബിനെ പേടിക്കുന്ന ഒരു ഇണ ഉണ്ടായിരിക്കുക. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കല്യാണം നടക്കും, പക്ഷേ ഫളുഫർ ബിദാത്തിദ്ദീൻ, ഇസ്ലാം ദുനിയാവിന്റെ ഒരു നേട്ടവും നമുക്ക് തടയുന്നില്ല. പക്ഷേ ദീൻ അവഗണിച്ചുകൊണ്ടൊരു കുടുംബജീവിതം ആരംഭിക്കുന്നത്, ദുനിയാവിന്റെ പൊരുത്തങ്ങൾ മാത്രം നോക്കി, ദുനിയാവിന്റെ നേട്ടങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഒരാൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ദീൻ അത് പിന്നെ നോക്കാം എന്ന ഒരു അവഗണനയോടുകൂടി ഒരാൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ അതിന്റെ അനന്തരഫലം പരലോകത്ത് മാത്രമാവില്ല, ദുനിയാവിലെ ഓരോ ദിവസത്തെ ചലനത്തിലും ഹറാമിന്റെ വഴിയിൽ ഒരു കുടുംബത്തെ സ്വീകരിക്കുന്ന വ്യക്തി അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഫളുഫർ ബിദാത്തിദ്ദീൻ. ഒരു പെണ്ണ് 4 കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടാറുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയത്തിന്റെ സൗകര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം. അപ്പോൾ ഒരു കുടുംബത്തിന്റെ ഭദ്രതയും അതിന്റെ നിലവാരവും ഇണകൾ തമ്മിലുള്ള ഈമാനിക പൊരുത്തത്തിലാണ് നിലകൊള്ളുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയാമോ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് 4 കാര്യങ്ങൾ സൗഭാഗ്യങ്ങളാണ്, 4 കാര്യങ്ങൾ ദൗർഭാഗ്യങ്ങളുമാണ്. 4 കാര്യം ഉണ്ടെങ്കിൽ അയാൾക്ക് ഭാഗ്യമുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും, എനിക്ക് പടച്ചോൻ ആ ഭാഗ്യം തന്നിട്ടുണ്ടോ? 4 കാര്യങ്ങൾ ദൗർഭാഗ്യമാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കും, 4 കാര്യങ്ങൾ എന്നിൽ വന്നുപോയിട്ടുണ്ടോ? ഏതാണ് ആ 4 കാര്യം? അതിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗഭാഗ്യം എണ്ണി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം അൽ മർഅത്തു സാലിഹ, സദ്വൃത്തയായ ഒരു പെണ്ണ്. ഒരു ഭർത്താവിന്റെ, ഒരു പുരുഷന്റെ 4 ഭാഗ്യങ്ങൾ എണ്ണിപ്പറഞ്ഞിടത്ത് ഒന്നാമതായി സദ്വൃത്തയായ ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു പെണ്ണ് ചിന്തിക്കണം, ഞാൻ എന്റെ ഭർത്താവിനോട് നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്ന ഒരാളാകണം, എന്നാലേ എന്റെ ഭർത്താവിന് ഭാഗ്യമുണ്ടാവുകയുള്ളൂ, അപ്പോഴേ എനിക്ക് നേട്ടമുണ്ടാവുകയുള്ളൂ. അൽ മർഅത്തു സാലിഹ തറാഹാ ഫതുജിബുക വതഗീബു അൻഹാ ഫതഅമനുഹാ അലാ നഫ്സിഹാ വമാലിക്. ഒന്ന്, അവളെ കാണുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടാകും. 2, നീ അവളെ കാണാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ അവളുടെ ശരീരത്തിന്റെ വിഷയത്തിലും നിന്റെ സ്വത്തിന്റെ വിഷയത്തിലും അവൾ വിശ്വസ്തയായിരിക്കും. അങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയാൽ അവൻ ഭാഗ്യമുള്ളവനാണ്. എന്താ പറഞ്ഞത്? ഒരാൾ സൗഭാഗ്യമുണ്ടാകുന്നത് ഭൗതികമായി ഒരാളുടെ ഭാഗ്യം അളക്കാൻ 4 കാര്യങ്ങളാണ്. ഒന്നാമതായി അയാളുടെ സദ്വൃത്തയായ സൽഗുണസമ്പന്നയായ ഭാര്യ. സദ്വൃത്തയായ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അവളെ നീ കാണുന്നു, തറാഹ, നീ കാണുന്ന സമയത്ത് ഫതുജിബുക, അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്നു. ഏത് സമയത്തും തന്റെ ഭാര്യയെ കാണാൻ, അവളുടെ സംസാരം കേൾക്കാൻ, അവളുമായി സല്ലപിക്കാൻ ഒരാൾക്ക് സാധിക്കുന്ന വണ്ണം തന്നോട് ഇണങ്ങിച്ചേരുന്ന ഒരു ഇണ ഒരാളെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ഒരു ഭാഗ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അദ്ദേഹം സ്ഥലത്തില്ല, അവൾ കൂടെയില്ല, ഒന്നുകിൽ വിദേശത്താണ് അല്ലെങ്കിൽ മറ്റൊരിടത്താണ്. തന്റെ സാന്നിധ്യമില്ലാത്ത സമയങ്ങളിൽ അവളെ തനിക്ക് വിശ്വാസമാണ്, തനിക്ക് മാത്രം സമർപ്പിക്കേണ്ട സൗന്ദര്യം, തന്റെ മുന്നിൽ മാത്രം സമർപ്പിക്കേണ്ട സല്ലാപം, കുണുങ്ങിയുള്ള വർത്തമാനങ്ങൾ, അത് തനിക്കല്ലാതെ മറ്റൊരാൾക്കും സമർപ്പിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് അവൾക്ക് നൽകിയ ലാവണ്യവും അവൾക്ക് നൽകിയ സവിശേഷതകളും തന്റെ ഭർത്താവിന് മാത്രം സൂക്ഷിച്ചുകൊണ്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു പെണ്ണ്. അതേ സമയത്ത് അവന്റെ സമ്പാദ്യം ഭർത്താവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ മാത്രം വിനിയോഗിക്കുകയും, ഭർത്താവിന്റെ കൂടെയില്ലല്ലോ, വിദേശത്താണല്ലോ, അതല്ലെങ്കിൽ സ്ഥലത്തില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അത് മാറി വിനിയോഗിച്ചാൽ, എന്റെ ഇഷ്ടപ്രകാരം ചെലവഴിച്ചാൽ അത് അദ്ദേഹം അറിയുകയില്ലല്ലോ എന്നിങ്ങനെ കരുതി തോന്നിയതുപോലെ ചെലവഴിക്കുകയും പിന്നീട് ഈ കാര്യങ്ങൾ അറിയുമ്പോൾ ഭർത്താവ് വേദനിക്കുകയും ചെയ്താൽ അത് ദൗർഭാഗ്യമാണ്. എന്താ പറഞ്ഞത്? തന്റെ സ്വത്തിൽ ഭാര്യയെ വിശ്വസിക്കാൻ കൊള്ളണം. ഭർത്താവ് ഇഷ്ടപ്പെടുന്ന വഴിക്കാണ് ഭർത്താവിന്റെ സ്വത്ത് അയാൾ സ്ഥലത്തില്ലാത്തപ്പോൾ അവള് കൈകാര്യം ചെയ്യാം. 2, ഭർത്താവ് സ്ഥലത്തില്ലാത്ത സമയത്ത് ഒരു പെണ്ണ് പ്രത്യേകിച്ചും പുറത്തേക്കിറങ്ങുകയും അന്യരോട് ഇടപഴകുകയും
സ്വന്തം ഭർത്താവിനോട് സംസാരിക്കുന്ന രൂപത്തിൽ ശബ്ദം താഴ്ത്തി ഹൃദയത്തിൽ കൊതിയുണ്ടാകാവുന്ന രൂപത്തിൽ ഒരിക്കലും അന്യരോട് സംസാരിക്കുകയും ചെയ്യുകയില്ല. തന്റെ നഫ്സിന്റെ കാര്യത്തിൽ അവൾ വിശ്വസ്തയായിരിക്കും. ഭർത്താവിന്റെ സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ അവൾ വിശ്വസ്തയായിരിക്കും. അതാണ് സൂചിപ്പിച്ചത്. അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ സ്വത്തിലും അവളുടെ നിന്റെ സമ്പത്തിലും അവൾ വിശ്വസ്തയായിരിക്കും. അപ്പൊ നമ്മുടെ സ്ത്രീകൾ എങ്ങനെ വളരണം? ഒന്ന്, തന്റെ ഭർത്താവിന് തന്നെ കാണാൻ കൊതിയുണ്ടാകണം, തന്റെ സംസാരം കേൾക്കാൻ ആഗ്രഹമുണ്ടാകണം, എത്രയും പെട്ടെന്ന് തന്റെ അടുത്തേക്ക് അണഞ്ഞു വരാൻ ഉള്ള പ്രേരണയുണ്ടാകണം. ആ നിലയ്ക്ക് ഇണക്കത്തോടും സഹൃദയത്വത്തോടും കൂടി അനുസരണയോടുകൂടി ഭർത്താവിനോട് പെരുമാറാൻ ഭാര്യമാര് പഠിക്കണം. അങ്ങനെ ഒരു ഭാര്യയുണ്ടെങ്കിൽ ഒരാൾക്ക് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ബാക്കി 3 കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, കൂട്ടുകാരുടെ ഒപ്പം എത്താവുന്ന ഒരു വാഹനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്ന കാലത്ത് ഒരു കുതിര, ഒരു ചാവാലി കുതിരയാണെങ്കിൽ അയാള് വഴി മുടക്കും, യാത്ര മുടങ്ങും, കുറച്ചു കഴിഞ്ഞാൽ നടക്കൂല. അതുകൊണ്ട് അയാൾ ബുദ്ധിമുട്ടും. നമ്മളൊരു വാഹനം ഒരു പഴയതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും ബ്രേക്ക് ഡൗൺ ആകാവുന്ന ഒരു വാഹനമാണെങ്കിൽ അതൊരു ദൗർഭാഗ്യമാണ്. നേരെ മറിച്ച് നമ്മുടെ ഒരു യാത്രയിൽ നമ്മുടെ കൂട്ടുകാരോടൊപ്പം ലക്ഷ്യങ്ങളിൽ എത്താൻ നമ്മെ സഹായിക്കുന്ന ഒരു യാത്രാ വാഹനം, ഒരു കുതിര, അത് അയാളുടെ ഭാഗ്യമാണ് എന്ന് പരിചയപ്പെടുത്തി. മൂന്നാമതായി, സൗകര്യമുള്ള ഒരു വീട്. ഇതിന്റെ അർത്ഥം വലിയ ബംഗ്ലാവുകൾ ഉണ്ടാക്കണം എന്നല്ല. ആ വീട് തനിക്ക് ഇണങ്ങിച്ചേരുന്നതാണ്. അവിടെ ചെന്നിരിക്കുമ്പോൾ തനിക്ക് സന്തോഷമുണ്ടാകുന്നു, അവിടെ തന്നെ സ്വീകരിക്കുന്ന കുടുംബാംഗങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു വീട്. നാലാമതായി, ഒരു നല്ല അയൽവാസി. ഈ 4 കാര്യം കിട്ടിയാൽ ഒരാൾ ഭാഗ്യവാനാണ്. ഒരു നല്ല ഭാര്യ 1, 2 ഒരു നല്ല വാഹനം, 3 ഒരു നല്ല വീട്, 4 നല്ല അയൽവാസി. ശരിയല്ലേ? ഇത് 4ഉം ശരിയായാൽ മനസ്സ് സമാധാനായില്ലേ? ഇതിൽ എവിടെ പിഴവ് പറ്റിയാലും, ഭാര്യയുടെ കാര്യത്തിൽ, വാഹനത്തിന്റെ കാര്യത്തിൽ, വീടിന്റെ കാര്യത്തിൽ, അയൽവാസിയുടെ കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷകൾ തകർന്നു പോയാൽ നമ്മളും മാനസികമായി തകർന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 കാര്യങ്ങൾ ദൗർഭാഗ്യമാണ്. അതിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത്, അൽ മർഅതു തറാഹാ ഫതസുക വതഹമിൽ ലിസാനഹാ അലൈക വഇൻ ഗിബ്താൻഹാ ലം തഅമൻഹാ അലാ നഫ്സിഹാ വമാലിക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 കാര്യങ്ങളാണ് ഒരു മനുഷ്യന്റെ ദൗർഭാഗ്യം. ഒന്നാമതായി, ഒരു പെണ്ണ്, അവന്റെ ഭാര്യ, ആ ഭാര്യയെ കാണുന്നത് തന്നെ അവന് അലർജിയാണ്. ഒന്നും മുന്നിൽ വരാതിരുന്നാ മതി, കാണുമ്പോഴേക്ക് തന്നെ മുഖം ചുളിച്ച് പരാതി പറയാനായിട്ട് കാത്തിരിക്കുന്ന ഒരു പെണ്ണ്. ഉള്ള സമയം മുഴുവൻ അന്യന്മാരുടെ കൂടെ ചെലവഴിക്കുന്നു, അങ്ങാടികളിൽ ചെലവഴിക്കുന്നു, സുഹൃത്തുക്കളുടെ കൂടെ ചെലവഴിക്കുന്നു. സ്വന്തം ഭാര്യയുടെ കൂടെ ഇരിക്കുന്ന ഓരോ സമയവും മനസ്സിന് വേദനയും അസ്വസ്ഥതയുമാവുകയും ഒരൽപ്പം കുറച്ചു നേരം അവളോട് കൂടിയിരുന്ന് സംസാരിക്കാനോ ചെലവഴിക്കാനോ കഴിയാതെ വീട്ടിൽ വന്നാൽ തന്നെ എളുപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് പെട്ടെന്ന് കിടന്നുറങ്ങും. എന്തേ കാര്യം? അവളുടെ സ്വഭാവം അങ്ങനെയാണ്. തന്റെ ഭർത്താവിന്റെ ആവശ്യങ്ങൾ അറിയാതെ, അദ്ദേഹത്തിന്റെ മനസ്സിന് ആശ്വാസം പകരാതെ, അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്ന വസ്ത്രം ധരിക്കാതെ, അദ്ദേഹത്തോട് സല്ലാപത്തിനു വേണ്ടി മുതിരാതെ, സദാസമയവും എന്നും എല്ലായ്പ്പോഴും പരാതികൾ മാത്രം പറയാൻ, അവളുടെ നാവ് നിനക്കെതിരെയാണ്, എപ്പോഴും കുറ്റം പറയാ. നിങ്ങൾ നോക്കൂ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള എല്ലാ പിണക്കവും മാറാൻ ഒരൊറ്റ കാര്യം ഉണ്ടായാൽ മതി. പെണ്ണുങ്ങൾ ഒരു കാര്യം, പരാതിയുടെ ഒരു കൊട്ടയുണ്ട് നാവിന്റെ അറ്റത്ത്, അതവിടെ ഇറക്കി വെച്ചാൽ മതി, വേറൊന്നും ചെയ്യണ്ട. പരാതി തീരെ പറഞ്ഞുകൂടാ എന്നല്ല, ആവശ്യങ്ങൾ ഉന്നയിച്ചുകൂടാ എന്നല്ല, ആകാശലോകത്ത് നിന്നുള്ള അള്ളാഹുവിന്റെ വഹി അനുസരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നത്. പരാതി മാത്രം പറയുന്ന സമ്പ്രദായമാണ് പെണ്ണുങ്ങൾക്ക് ഉണ്ടാവുക. എത്രത്തോളം എന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പഠിപ്പിക്കുകയുണ്ടായി. ഓരോ കാര്യവും എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർ അവഗണിച്ചു പോകുന്ന ഒരു സംഗതി എന്താണെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിഅ്റാജിന്റെ രാവിൽ ഉരീത്തുന്നാർ, നരകം എനിക്ക് കാണിക്കപ്പെട്ടു. പക്ഷേ ഫൈദാ അക്സറ അഹ്ലുഹൻ നിസാ, ഞാൻ ഫൈദൻ അപ്പോഴതാ അക്സറു അഹ്ലിഹൻ നിസാ, നരകത്തിലെ ഭൂരിപക്ഷം സ്ത്രീകളാണെന്ന് ഞാൻ കണ്ടു. അതിന്റെ കാരണം യക്ഫുർന, അവർ നിഷേധം ചെയ്യുന്നു, കുഫറുള്ള പെണ്ണുങ്ങളെ.
സഹാബികൾ ചോദിച്ചു, അയക്ഫുർന ബില്ലാഹ്, അല്ലാഹുവിനെ നിഷേധിച്ച് കുഫർ വന്ന പെണ്ണുങ്ങളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല. യക്ഫുർനൽ അശീർ, ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്നു. വയക്ഫുർനൽ ഇഹ്സാൻ, ഭർത്താക്കന്മാർ നന്മ ചെയ്താൽ അതിനെയും അവർ തള്ളിപ്പറയുന്നു. ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന അദ്ദഹർ, നീ നിന്റെ ഭാര്യമാരിൽ ഒരാൾക്ക് കാലം മുഴുവൻ നന്മ ചെയ്താലും സുമ്മ റഅത് മിൻക ശൈആ, പിന്നെ നിന്നിൽ നിന്ന് ഏതെങ്കിലും ഒരു സമയത്ത് അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവർത്തനം ഉണ്ടാകുമ്പോൾ കാലത്ത് അവൾ പറയും, മാ റഅയ്തു മിൻക ഖൈറുൻ ഖത്തു, മനുഷ്യ എന്നെങ്കിലും നിങ്ങൾ എനിക്ക് നല്ലത് ചെയ്തു തന്നിട്ടുണ്ടോ? എത്ര കാലമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു. എന്നും നല്ലത് ചെയ്തു കൊടുത്താലും അവരുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താലും അവൾ പരാതി പറയുമെന്നുള്ള കൃത്യമായ ബോധ്യത്തോടുകൂടി അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചാലും ഒരു ദിവസം അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവർത്തനം ഉണ്ടായി ചോദിക്കും, എന്നെങ്കിലും എന്റെ കാര്യങ്ങൾ, പെങ്ങളെ കാര്യം നോക്കും, ഉമ്മാന്റെ കാര്യം നോക്കും, അനിയന്റെ ഭാര്യയുടെ കാര്യം നോക്കും. മനസ്സിലായില്ലേ? അവൾക്ക് നിങ്ങൾ അങ്ങനെ ഡ്രസ്സ് എടുത്തു കൊടുത്തു, അവരുടെ കുട്ടികൾക്ക് നിങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൊടുത്തു, എനിക്ക് നിങ്ങൾ എന്ത് ചെയ്തു, നമുക്കെന്ത് ചെയ്തു? ഇത് പെണ്ണിന്റെ ജനുസിൽ ഉള്ളതാണ്. തഖ്വ കൊണ്ട് തിരുത്തണം. തിരുത്തണം. എല്ലാ പെണ്ണുങ്ങളും നരകത്തിലാണെന്നല്ല പറഞ്ഞത്. നരകത്തിലുള്ളവരിൽ ഭൂരിപക്ഷം സ്ത്രീകളാണ്. സ്ത്രീകൾ നരകത്തിൽ ഭൂരിപക്ഷമാകാനുള്ള ഒന്നാമത്തെ കാരണം യക്ഫുർനൽ അശീർ, ഭർത്താക്കന്മാരുടെ അനുസരണക്കേട് കാണിക്കുന്നു, നന്ദികേട് കാണിക്കുന്നു. ഒരാളുടെ മുന്നിൽ ദുനിയാവിൽ സുജൂദ് ചെയ്യാൻ അനുവദിച്ചാൽ സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ മാത്രം, പക്ഷെ അത് അനുവാദമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടമകൾ സ്വന്തം ഭർത്താവിനോടാണ്. ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടമ സ്വന്തം പിതാവിനോടും ഉമ്മയോടും സ്വന്തം മാതാവിനോടും പിതാവിനോടുമാണ്. ഇത് ഭാര്യമാര് മനസ്സിലാക്കണം. പല ഭാര്യമാരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഭർത്താക്കന്മാർക്ക് ഒന്നാമത്തെ കടപ്പാട് ഞങ്ങളോടാണെന്നാണ്. ഭാര്യ ഒന്ന് പോയാൽ അടുത്തതുണ്ടാവും. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, അള്ളാഹു തന്റെ പ്രിയ പത്നിയെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും മക്കയിൽ ഉപേക്ഷിച്ചു പോകാൻ വേണ്ടി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് കൽപ്പിച്ചു. അവിടെ ഉപേക്ഷിച്ച് തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം പിരിഞ്ഞുപോയി, സലാം പറഞ്ഞു പിരിഞ്ഞുപോയി. പിന്നീട് ഒരനുവാദം നൽകിയപ്പോഴാണ് സ്വന്തം കുടുംബത്തെ കാണാൻ വേണ്ടി മക്ക രാജ്യത്തേക്ക് തിരിച്ചു വന്നു. ഇസ്മായിൽ അലൈഹി ഇസ്ലാം നടക്കാൻ മാത്രം വളർന്നിട്ടുണ്ട്. അപ്പോഴും ഒരുമിച്ചിരുന്ന് സ്വന്തം മകനെയും ഇണയെയും തിരിച്ചു കിട്ടി അവരോട് ഇനി നല്ല ഒരു സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അള്ളാഹുവിന്റെ വഹി മകനെ അറുക്കണം എന്ന്. നോക്കൂ നിങ്ങൾ, ആദർശ കുടുംബമായതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കൽപ്പനയാണോ എങ്കിൽ ഇതിനോട് സഹകരിക്കാൻ സർവാത്മന ഞങ്ങൾ തയ്യാറെന്ന് പ്രഖ്യാപിച്ച ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും നാം മാതൃകയായി കാണുമ്പോൾ വീണ്ടും അവരെ കണ്ട് തിരിച്ചു പോകുന്നു. ഇങ്ങനെ ഇടയ്ക്ക് അള്ളാഹു അനുവാദം നൽകുമ്പോൾ മാത്രം കുടുംബത്തെ കാണാൻ വേണ്ടി തിരിച്ചു വരുന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒരിക്കൽ കടന്നു വരുമ്പോഴേക്കും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പഠിച്ചു വെച്ചു. ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മൾ പഠിക്കണം. അതിൽ നിന്നൊരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒരിക്കൽ തിരിച്ചു വന്നു. ഇസ്മായിൽ അലൈഹി ഇസ്ലാം വിവാഹിതനായതിനു ശേഷമുള്ള ആദ്യത്തെ വരവാണ്. വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ ഇസ്മായിൽ അലൈഹി ഇസ്ലാം സ്ഥലത്തില്ലാതിരുന്നു. പ്രായം ചെന്ന പിതാവ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം വീട്ടിലേക്ക് വന്നു. ആ ചുരുങ്ങിയ സമയത്തെ പെരുമാറ്റം കൊണ്ട് ആ പെൺകുട്ടിയുടെ നടപടികൾ പ്രവാചകനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇഷ്ടപ്പെടാതെ പോയി. ഇസ്മായിൽ നബിയോട് നല്ല പെരുമാറ്റാണ്. ഒരു പ്രായം ചെന്ന ഒരാൾ വന്നപ്പോൾ അത് ആരാണെന്ന് പോലും അന്വേഷിച്ചില്ല. സ്വന്തം ഭർത്താവിന്റെ പിതാവാണെന്ന് സന്ദർഭം കൊണ്ട് തിരിച്ചറിയാനോ അന്വേഷിച്ചറിയാനോ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സാധിച്ചില്ല. അങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവിടെ വന്നു. അവരുടെ പെരുമാറ്റത്തിൽ ചില മോശമായ സമീപനങ്ങൾ ഉണ്ടായി. ഒരു പെണ്ണെന്ന നിലയ്ക്ക് യാദൃശ്ചികമായി സംഭവിച്ചതാകാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. മകൻ വരുന്നവരെ കാത്തിരിക്കാവുന്ന ഒരവസ്ഥയല്ല ആ വീട്ടിലുണ്ടായത്. ഇസ്മായിൽ നബിയുടെ ഭാര്യ ചോദിച്ചു, അദ്ദേഹം വരുമ്പോ ഞാൻ എന്തെങ്കിലും പറയണോ? ഒരു കാര്യം പറഞ്ഞേക്ക്, ഉമ്മറപ്പടി മാറ്റിവെക്കണം എന്ന് പറഞ്ഞേക്ക്. എന്താ ഉമ്മറപ്പടി? വീടിന്റെ വാതിലാണ്, അത് മാറ്റിവെക്കണം. എന്താ ഈ മനുഷ്യൻ പറയുന്നത്? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം വിവരമറിഞ്ഞു. പ്രായം ചെന്ന താടി രോമങ്ങൾ നരച്ചു നീണ്ട ഇബ്രാഹിം തന്റെ പിതാവ് സ്വന്തം വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് അങ്ങാടിയിൽ അറിയുകയും പിതാവ് അവിടെ എത്തിയ വിവരം അറിയുകയും പിതാവിനെ സ്വീകരിക്കാൻ, അദ്ദേഹത്തെ ഒന്ന് കാണാൻ, തങ്ങളുടേതായ സ്വകാര്യ കാര്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി, കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി ഇസ്മായിൽ അലൈഹി ഇസ്ലാം ചടുതിയിൽ വീട്ടിലെത്തുന്ന സമയത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പിരിഞ്ഞുപോയി.
അദ്ദേഹം അവിടെയില്ല. അപ്പൊ ഈ ഇസ്മായിൽ നബിക്കും മനസ്സിലായി ഭാര്യയുടെ സമീപനത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് പോയത്. ചോദിച്ചു, എന്റെ ഇവിടെ വന്നത് ഒരു പ്രായം ചെന്ന ഒരാൾ ഇവിടെ വന്നില്ലേ, നീ അറിഞ്ഞു ആരാണ്? എന്റെ പിതാവാണത്. അപ്പോഴാണ് അവൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. വല്ലതും പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉമ്മറപ്പടി മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. ഇസ്മായിൽ ഇസ്ലാം ഭാര്യയെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. തലാഖല്ലി. പിതാവിന് ഇഷ്ടമില്ലെങ്കിൽ സ്വന്തം ഭാര്യ വീട്ടിൽ പോകണം. ഒന്ന്. രണ്ടാമത് അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അടുത്ത യാത്ര. അതാ സദ്വൃത്തയായ തന്റെ പിതാവ് ഏതൊരു കാരണം കൊണ്ടാണോ ഭാര്യയെ തലാഖ് ചെല്ലാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരിച്ചറിഞ്ഞു. അത് പരിഹരിച്ചുകൊണ്ടാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാം തന്റെ ഇണയെ രണ്ടാമത് തെരഞ്ഞെടുത്തത്. രണ്ടാമത് വരുമ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നു, തിരിച്ചയക്കുന്നു. പിതാവ് ഇതേപോലെ തന്നെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്താണ് പിതാവ് പറഞ്ഞത്? ഉമ്മറപ്പടി ഉറപ്പിച്ചേക്കണം. അപ്പോൾ ഒരു വീടിന്റെ ഉമ്മറപ്പടിയായിരിക്കണം ഒരു ഭാര്യ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയുടെ ചരിത്രം കേൾപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ചത്. നമ്മുടെ സ്ത്രീ രത്നങ്ങൾ ഈ കാര്യം അറിഞ്ഞേ പറ്റൂ, അപ്പോഴേ അവർ രത്നങ്ങളാകൂ. അതല്ലാതെ കല്യാണം കഴിയുന്ന ഏതാനും നാളുകൾക്കിപ്പുറം അന്യായമായി സദാസമയവും ഉള്ളിൽ വെറുപ്പില്ലെങ്കിൽ പോലും സംസാരം കൊണ്ട് നിരന്തരമായി വിഷമിപ്പിക്കുകയും അടുത്തു വന്നിരിക്കാനും ഒന്ന് മുഖാമുഖം നോക്കാനുമുള്ള സാഹചര്യങ്ങൾ പോലും ഇല്ലാത്ത രൂപത്തിലേക്ക് ആ പിണക്കവും അകലവും ഒക്കെ വളരുകയും ചിലപ്പോൾ തലാഖ് വരെ എത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ നിങ്ങൾക്കറിയാമോ? മനുഷ്യരെ തിന്മയിലേക്ക് ഏത് വിധേനയും നയിക്കാൻ വേണ്ടി സദാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ശൈത്താന്മാർ. പിശാചിന് പെരുന്നാൾ ദിനങ്ങളിൽ പോലും വിശ്രമമില്ല, പിശാചിന് ഒഴിവ് ദിവസമില്ല. അതുകൊണ്ടാണ് ഈദിന്റെ ദിനങ്ങളിൽ പോലും ഹറാമിന്റെ സദസ്സുകളിൽ തക്ബീർ മുഴക്കിയ ആളുകളെ തന്നെ നാം പലപ്പോഴും കാണേണ്ടി വരുന്നത്. അങ്ങനെയുള്ള പിശാചി ഏറ്റവും കൂടുതലായി പ്രവർത്തിക്കുന്ന ഒരു മേഖല ഏതാണെന്നറിയാമോ? പിശാചിന്റെ സാമ്രാജ്യത്തിൽ അധിപനായ ഇബ്ലീസ് അവൻ അവിടെ വെച്ച് തന്റെ പട്ടാളക്കാരെ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും മനുഷ്യരിലേക്കും അതേപോലെ സത്യവിശ്വാസികളായ ജിന്നുകളിലേക്കും തന്റെ പിശാചു പടയാളികളായ ആളുകളെ സമുദ്രത്തിലെ തന്റെ സിംഹാസനത്തിൽ വെച്ച് പറഞ്ഞയക്കുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. എല്ലാ പ്രഭാതത്തിലും പിശാച് തന്റെ സൈനികരായ ആളുകളെ വിളിച്ചുകൂട്ടും. എന്നിട്ട് ആ പിശാചുക്കളോട് ശൈത്താൻ പറയും, ഇന്നയിടത്ത് പോകണം, ഇന്നത് പ്രവർത്തിക്കണം, ഇന്നയാളുടെ അരികിൽ പോകണം, ഇന്നത് പ്രവർത്തിക്കണം. അങ്ങനെ തിന്മയിലേക്കും നരകത്തിലേക്കും ജനങ്ങളെ നയിക്കാൻ വേണ്ടി ഓരോ ബറ്റാലിയനുകളെ ഓരോ സമൂഹത്തിലേക്കും പറഞ്ഞയക്കുന്ന കൂട്ടത്തിൽ പിശാചിന്റെ സേനയിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുടെ ദൗത്യം എന്താണ് എന്നറിയാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ പിണക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ അറിയണം. എന്റെ ഭർത്താവ് പിണങ്ങുന്ന ഒരു നടപടി എന്നിൽ നിന്നുണ്ടായാൽ, എന്റെ ഭാര്യ പിണങ്ങുന്ന ഒരു വാശി എന്നിൽ നിന്നുണ്ടായാൽ, അതിന്റെ കാരണം ഇതാ പിശാച് പറഞ്ഞയച്ചിരിക്കുന്ന ആ പടയാളി എന്റെ കുടുംബത്തിലേക്കും എത്തിയിരിക്കുന്നു. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി പിശാച് ആദ്യമായി പിടികൂടുന്ന മേഖല കുടുംബ ബന്ധം മുറിക്കുക, അതിൽ വിള്ളലുണ്ടാക്കുക എന്നുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം ശരിക്കും അറിയണം, എന്താ പിണങ്ങിയിട്ട് കാര്യം? ഈ പരാതികൾ നിരത്തുന്നതിന് പകരം എന്താണോ നമ്മുടെ പ്രശ്നം, എന്താണോ പരാതി, അത് പരിഹരിക്കാൻ ഭർത്താവിന് ഉൾക്കൊള്ളാവുന്ന രൂപത്തിൽ നമ്മൾ സ്നേഹമസൃണമായ രീതിയിൽ തന്നെ നമുക്ക് ആ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കാനുള്ള പ്രായോഗികമായ മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. മറന്നുപോയതാണെങ്കിൽ, മറ്റേതെങ്കിലും തരത്തിൽ സംഭവിച്ചതാണെങ്കിൽ ഒരിക്കലും ബോധപൂർവമായി തന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയാകില്ലല്ലോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടാവുക. പക്ഷേ നമ്മുടെ മൂർച്ചയേറിയ നാവുകൾ കൊണ്ട് ഭർത്താവിനെ കുറ്റപ്പെടുത്തുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ, അനീതിയുടെ വാക്കുകൾ പലപ്പോഴും കടന്നു വരാൻ ഇടയുണ്ടാകുമ്പോൾ, അതേ നമ്മുടെ ഉള്ളിൽ പിശാച് ഇടപെടുന്നുവെന്നും നമ്മെ കൊണ്ട് തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നും ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഒരു കുടുംബരംഗം ഭദ്രമായി തീരുന്നതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഭാഗം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി ഇതിന് രണ്ടാമതൊരു വശമുണ്ട്. എന്താ? ചില പെണ്ണുങ്ങൾ വിചാരിക്കും ഇങ്ങനെയാണ്, കുടുംബ ക്ലാസ് വന്നാൽ പിന്നെന്താണ്, പെണ്ണുങ്ങളെ കുറ്റം പറയാൻ മാത്രം. ചിലപ്പോൾ കാണാം നാട്ടിലെ ഖുതുബയൊക്കെ വരുന്ന കുടുംബ വിഷയമൊക്കെ വന്നാൽ പറയും, നിങ്ങൾ നന്നായിട്ട് പറയണം, അടുത്ത ആഴ്ചയും പറയണം, അടുത്ത ആഴ്ച എന്റെ ഭാര്യയെ കൊണ്ടുവരും എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറയും. അതേപോലെ ഭാര്യയുടെ കടമകൾ വിശദീകരിക്കുന്ന കാസറ്റുകളൊക്കെ ലൈബ്രറിയിൽ ഒന്ന് തെരഞ്ഞെടുത്തിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കും. ഇതിനൊരു മറുവശമുണ്ട്. ഭർത്താവിന്റെ സ്വഭാവം എന്തായിരിക്കണം?
അദ്ദേഹം തന്റെ ഭാര്യ ഏത് നിലവാരത്തിൽ കാണണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 227ാമത്തെ വചനം, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. അവർക്ക് അവകാശങ്ങളുണ്ട്, ബാധ്യതകളുള്ളതുപോലെ. പെണ്ണിന്റെ ബാധ്യതകൾ എന്താ? അതെണ്ണി പറഞ്ഞിട്ടുണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാം. ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം എന്ന് അറിയാത്തൊരു ഭർത്താവില്ല. പക്ഷെ ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്ന് പഠിക്കാറുണ്ടോ? പഠിക്കണം. കുടുംബ ബന്ധത്തിന്റെ ഭദ്രതയുടെ അടുത്ത വശം അതാണ്. അതുകൊണ്ട് ആ വിഷയം സൂചിപ്പിച്ചു. അവരുടെ അവകാശങ്ങൾ ഓരോന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുണ്ട്. അത് നാം പാലിച്ചേ മതിയാകും. ഇദാ അതാകും മൻ തർലൗന ഖുലുഖഹു വദീനഹു ഫസവ്വിജൂഹു ഇല്ലാ തഫഅലൂ തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദിൻ അരീദ്. ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചില്ലേ, ദീനും സൽസ്വഭാവവുമുള്ള ഒരു പുരുഷൻ വന്ന് നിങ്ങളുടെ മകളെ ഭാര്യയായി ചോദിച്ചാൽ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തേക്കണം, അല്ലെങ്കിൽ ഭൂമിയിൽ വ്യാപകമായി വിപത്തുകൾ ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഒരു ഭർത്താവിന്റെ 2 ഗുണങ്ങൾ അവിടെ കണ്ടു. 1 സൽസ്വഭാവം ഉണ്ടായിരിക്കണം, 2 ദീനുണ്ടാകണം. ഒരു ഭർത്താവ് ഭാര്യ എന്ന രീതിയിൽ എനിക്കെപ്പോഴും തെറി വിളിക്കാനും ആക്ഷേപിക്കാനും കൈകാര്യം ചെയ്യാനും അപമാനിക്കാനും ഒരടിമയെ പോലെ പരിഗണിക്കാനും ഉള്ള ഒരു സംഗതിയായി കാണാൻ പറ്റില്ല. സ്വഭാവ ഗുണങ്ങളുള്ള ഒരു ഭർത്താവിന് പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത്, ഈ ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന നേരത്ത് പരസ്യമായി ബസ് സ്റ്റോപ്പുകളിൽ വരെ ഭാര്യമാരെ പരസ്യമായി ആക്ഷേപിക്കും, തെറി വിളിക്കും. നീ എന്താടി അങ്ങനെ ചെയ്താടി, എന്റെ ഭാര്യ തന്നെയാണ് ഇവിടുന്ന് യാത്രക്കാരായ അപരിചരെ പോലും ബോധ്യപ്പെടുത്തണം എന്നുള്ള മട്ടിലാണ് ചില ഭർത്താക്കന്മാരെ പെരുമാറ്റം. അവൾക്കൊരു നഫ്സുണ്ടെന്നും അവൾക്കും അഭിമാനമുണ്ടെന്നും അന്യരുടെ മുന്നിൽ, എന്തിന് കുടുംബാംഗങ്ങളുടെ മുന്നിൽ പോലും അവരുടെ അഭിമാനം ക്ഷതപ്പെടുത്തരുത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിക്കുകയുണ്ടായി. എത്രത്തോളം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് ഉപദേശിക്കേണ്ട, ഒന്ന് ശാസിക്കേണ്ട ഘട്ടമുണ്ടെങ്കിൽ അത് കിടപ്പുമുറിയിലേ പാടുള്ളൂ, വാതിലടച്ചതിന് ശേഷം. സ്വന്തം വാപ്പയും ഉമ്മയും സഹോദരങ്ങൾ വീട്ടിൽ മറ്റുള്ളവർ ഭാര്യയെ ചീത്ത വരുന്ന കേൾക്കാൻ അവസരം ഉണ്ടായിരുന്നു. ആരാ പാലിക്കുന്നത്? അടിക്കുകയാണെങ്കിൽ അവളെ മുഖത്തടിക്കരുത്, പരിക്കേൽപ്പിക്കും വിധം അടിക്കരുത്. നേരെ മറിച്ച് നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ വെച്ചു നീട്ടുന്ന ഒരു ചോറുരുള പോലും സദഖയാണ് എന്ന് പഠിപ്പിച്ചു. ഏത് ഭർത്താവിനറിയാം തന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ചോറുരുള വെച്ചു കൊടുക്കാൻ? കല്യാണം കഴിക്കുന്ന ആദ്യ നാളുകളിൽ ഉണ്ടാകേണ്ട ചില സല്ലാപങ്ങളിൽ തീരേണ്ടതല്ല. മറിച്ച് വ്യക്തമായി ഓരോ രംഗത്തും അവളെ ആദരിക്കാനും അതേപോലെ തന്നെ അവളുടെ അഭിമാനം സംരക്ഷിക്കാനും അവളുടെ വ്യക്തിത്വം അംഗീകരിച്ചു കൊടുക്കാനും ഒരു ഇണ എന്ന രീതിയിൽ, ബുദ്ധിയുള്ള തന്റെ ഒരു സഹകാരി പങ്കാളി എന്ന രീതിയിൽ കുടുംബത്തിന്റെ ഓരോ കാര്യത്തിലും അവളുമായി കൂടിയാലോചിക്കാനും അതേപോലെ അവൾക്ക് ദീനിന്റെ നിർദ്ദേശങ്ങൾ പകർന്നു കൊടുക്കാനും സ്വന്തം മാന്യമായി പെരുമാറാനും സാധിക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖിയാറുക്കും ഖിയാറുക്കും ലി അസ്വാജിക്കും. ഭർത്താക്കന്മാര് പഠിക്കണം, നിങ്ങളിൽ ഏറ്റവും നല്ലതാരാ? നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവരാ. ഓഫീസിൽ നല്ല അഭിപ്രായമാണ്, കമ്മിറ്റികളിൽ നല്ല അഭിപ്രായമാണ്, വീട്ടിലെത്തിയ ഒരഭിപ്രായമില്ല, അയാള് പോക്കാണ്. ഏതൊരു ഭർത്താവിനെ സംബന്ധിച്ച് സ്വന്തം ഭാര്യക്ക് അഭിമാനമുണ്ടോ? ഏതൊരു ഭർത്താവിനെ സംബന്ധിച്ച് ആത്മാർത്ഥമായി ഒരു ഭാര്യ നല്ല അഭിപ്രായം പറയുമോ? അയാളാണ് നല്ലവൻ. നിങ്ങൾ നിങ്ങളുടെ ഇണകളോട് നന്നായി വർത്തിക്കുമ്പോൾ നിങ്ങൾ അപ്പോഴാണ് നന്നായി തീരുക എന്ന് പഠിപ്പിക്കുമ്പോൾ ഭാര്യയുടെ അരികിൽ സ്വഭാവം അഭിനയിക്കാൻ ഒരിക്കലും സാധ്യമല്ലല്ലോ. നിരന്തരമായി നാം ഇടപഴകുന്ന, ഇഴുകിച്ചേരുന്ന, കിടക്ക പങ്കിടുന്ന ആ ഇണയെ സംബന്ധിച്ചിടത്തോളം തന്നെ സംബന്ധിച്ച് റബ്ബ് പൊരുത്തപ്പെടുന്ന അംഗീകാരത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സ്വീകരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഭാര്യയുടെ സർട്ടിഫിക്കറ്റാണ്. അപ്പൊ എനിക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത് ഭാര്യയാണെന്നുള്ളൊരു ബോധം ഭർത്താക്കന്മാർക്ക് ഉണ്ടാവണം. അവളെന്തോ ആയിക്കോട്ടെ, അവളെന്തോ പറഞ്ഞോട്ടെ, എനിക്ക് കണ്ടില്ലേ സംഘടനയിലൊക്കെ എല്ലാവർക്കും എന്നെ പറ്റി നല്ല അഭിപ്രായമാണ്, കൂട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണ്, സഹപ്രവർത്തകർക്കൊക്കെ ഞാൻ എല്ലായിടത്തും കൊള്ളാവുന്നതാണ്. ഭാര്യ അവളെന്ത് പറയാൻ എന്ന് കരുതി ഒരു നിലവാരം നിന്നാൽ പരലോകത്ത് ചെല്ലുമ്പോൾ അവസ്ഥ മാറും. ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ കുറിച്ച് നല്ല അഭിപ്രായത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ അള്ളാഹുവിന്റെ അരികിൽ അയാൾക്ക് സ്ഥാനമുണ്ടാകൂ. അതാണ് ഖിയാറുക്കും ഖിയാറുക്കും ലി അസ്വാജിക്കും. നിങ്ങൾ ഏറ്റവും മികച്ചവർ നിങ്ങളുടെ ഇണകളോട് മികച്ച സ്വഭാവത്തിൽ വർത്തിക്കുന്നവരാണ് എന്ന് പഠിപ്പിക്കുകയുണ്ടായത്. ഈ വിഷയം നാം ശരിക്ക് ഉൾക്കൊള്ളണം. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ
ഉത്തമന്മാർ നിങ്ങളുടെ ഭാര്യയോട് ഉത്തമരായി നിൽക്കുന്നവരാണ്. വഅന ഖൈറുക്കും ലിഅഹ്ലി, ഞാൻ എന്റെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യയോട് എങ്ങനെയാണോ പെരുമാറിയത് അങ്ങനെ പെരുമാറാൻ നമ്മൾ പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ആയിഷ റളിയല്ലാഹു അൻഹ, പ്രവാചകന്റെ ജീവിതത്തിൽ എത്രയോ ചരിത്രങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു കാര്യം സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പ്രവാചകനോട് പിണങ്ങി. ഒന്ന് ചെറുപ്പക്കാരിയാണ്, ചില ശുണ്ഠിയും ശാഠ്യവും ഒക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒന്ന് പിണങ്ങി. പ്രവാചകൻ ആ പിണക്കം തീർക്കാൻ വേണ്ടി പോയി കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട്, എല്ലാവർക്കും അറിയാവുന്ന സംഭവം. ആയിഷ ബീവി ശുഭിതയായി തട്ടിത്തെറിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കും ഞാൻ പറയേണ്ടതില്ല. പിറ്റേന്ന് അവള് വീട്ടിൽ പോകണം. പിറ്റേന്നല്ല, അപ്പൊ തന്നെ പോകണം. മനസ്സിലായില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ഒരൽപ്പം വൈകാരികമായി പെരുമാറുന്നു കാണുമ്പോൾ ഭർത്താവ് അങ്ങേയറ്റം പക്വത കാണിക്കണം. ഭർത്താവ് വൈകാരികമാകുന്നു എന്ന് കാണുമ്പോൾ ഭാര്യ എന്ത് ചെയ്യണം? പക്വത. രണ്ടാളും വൈകാരികമാകുമ്പോഴാണ് അടി ഉണ്ടാവും. അതൊരിക്കലും ശരിയല്ല. ആദ്യം ആരാണോ വൈകാരികമായത് അയാൾക്ക് അവസരം കൊടുക്കുക. അദ്ദേഹം കുറച്ച് പൊട്ടിത്തെറിക്കട്ടെ, ശുഭിതനാവട്ടെ, അതിനനുസരിച്ച് ഭാര്യ തണുത്തു വരാം. ഇനി ഭാര്യയാണ് ഒരിക്കൽ ക്ഷോഭത്തോടു കൂടി പെരുമാറിയതെങ്കിൽ അവൾക്ക് അവസരം കൊടുക്കാം. ഒന്നുമെങ്കിലും നമ്മുടെ ഭാര്യയല്ലേ, നമ്മുടെ മക്കളെ പ്രസവിച്ചവളല്ലേ, ആ ഒരു നിലവാരമെങ്കിലും അവർക്ക് വകവെച്ചു കൊടുക്കണ്ടേ? എന്തിനാണ് ശാഠ്യം? അന്യരോട് ശത്രുക്കളോട് ശാഠ്യം കാണിക്കുന്ന പോലെ പിശാച് ശത്രുതാഭാവം വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് പിശാചിൽ നിന്നുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഇന്നൽ ഗളബ മിന ശൈത്താൻ, കോപം ശൈത്താനിൽ നിന്നുള്ളതാണ്. ഭാര്യമാരോട് ദേഷ്യം പിടിച്ചാൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാവൂല. ദേഷ്യം ആരോടാണെങ്കിലും അത് ശൈത്താൻ എന്നുള്ളതാണ്. ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും അത് ശരിക്കും പഠിക്കണം. അതുകൊണ്ട് ഒരിക്കലും ഭാര്യയോട് അന്യായമായി കയർക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി വന്നപ്പോൾ ഉണ്ടല്ലേ, ആയിഷ ബീവി ഒന്ന് ശോഭിച്ചു. നബി അത് അനുവദിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്ത് വീണ് ഈത്തപ്പഴം ഇങ്ങനെ എടുത്തിട്ട് മണ്ണ് തട്ടിയിട്ട് വെച്ചു കൊടുക്കുകയാണ്. ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു രംഗം സൃഷ്ടിക്കണം സാന്ദർഭികമായി. ഇത് നമ്മൾ പരിശീലിക്കേണ്ടതാണ്. സൂറത്ത് തഗാബുൻ, അതിന്റെ അർത്ഥം തന്നെ നഷ്ടം വെളിപ്പെടലിന്. നഷ്ടം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. റബ്ബിന്റെ കൽപ്പനകൾ പാലിക്കാത്തതിന്റെ പേരിൽ ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത കഠിനമായ ശിക്ഷകൾക്ക് വിധേയമാവുകയും പരസ്യമായി അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ചെയ്തികളുടെ നഷ്ടം മുഴുവൻ വെളിപ്പെടുന്ന ആ ഒരു സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടണമെങ്കിൽ പാലിക്കേണ്ട മര്യാദകൾ ഓർമ്മിപ്പിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്തു തഗാബുൻ. അതിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. സത്യവിശ്വാസികളെ, നിങ്ങളുടെ ഇണകളിൽ, നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. അതുകൊണ്ട് അവരെ നിങ്ങൾ പേടിച്ചുകൊള്ളണം. ഒന്നാമത് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ. നമ്മ പുറത്തുള്ളവരോടല്ല, നമ്മളോട് അവർ. മുഅ്മിനുകളെ, അള്ളാഹുവിലും പരലോകത്തിലും പ്രവാചകരിലും വേദഗ്രന്ഥങ്ങളിലും മലക്കുകളിലും വിധിയിലും വിശ്വസിക്കുന്നവരെ അവരോടാ പറയുന്നത്. എന്താ പറയുന്നത്? ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും. നിങ്ങളുടെ ഭാര്യമാരിൽ, നിങ്ങളുടെ മക്കളിൽ ശത്രുക്കളുണ്ട്. നിങ്ങളുടെ ഒന്നാമത്തെ ശത്രു നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മകൻ. അതുകൊണ്ട് ഫഹദറുഹും, അവരെ പേടിക്കണം. ആ ശത്രുത വരാതിരിക്കാനുള്ള വഴി അടുത്തത് കേട്ടോ. വഇൻ തഅഫൂ, വിട്ടുവീഴ്ച കാണിക്കുകയാണെങ്കിൽ, വതസ്ഫഹൂ, വിശാലത കൈക്കൊള്ളുകയാണെങ്കിൽ, വതഗ്ഫിറൂ, മാപ്പ് നൽകുകയാണെങ്കിൽ, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിശ്ചയമായും അള്ളാഹു അങ്ങേയറ്റം മാപ്പ് നൽകുന്നവനാണ്. നഷ്ടം വെളിപ്പെടുന്ന ദിവസത്തിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാതെ റബ്ബിന്റെ അരികിൽ നിന്ന് പാപമോചനം ലഭിക്കാൻ അവസരമുണ്ടാകണമെങ്കിൽ, റബ്ബ് നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണമെങ്കിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. റബ്ബ് പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന ഒരുപാട് സംഗതികളുണ്ട്. ആ കൂട്ടത്തിലൊന്ന് സ്വന്തം ഭാര്യമാർക്ക് പുറത്തു കൊടുക്കലാണ്, സ്വന്തം മക്കൾക്ക് വിട്ടുവീഴ്ച ചെയ്യലാണ്. 3 വാക്ക്: വഇൻ തഅഫു, അഫ്വ്, വിട്ടുവീഴ്ച; വഇൻ തസ്ഫഹു, വിശാലത, സഹിഷ്ണുത; വഇൻ തഗ്ഫിറു, മാപ്പ് നൽകൽ. ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? വേറെ ആർക്ക് മാപ്പ് കൊടുത്താലും ഭാര്യക്ക് മാപ്പ് കൊടുക്കൂല. ഒരു പ്രശ്നമുണ്ടായാൽ ആർക്ക് മാപ്പ് കൊടുത്താലും ഭർത്താവിന് മാപ്പ് കൊടുക്കൂല. എന്റെ ഭർത്താവല്ലേ, എന്നെ കല്യാണം കഴിച്ചാലല്ലേ, അയാൾ അങ്ങനെ ആയാലും എങ്ങനെ പറ്റുക? എന്റെ ഭാര്യയല്ലേ, എന്നെ അനുസരിക്കേണ്ടവളല്ലേ, അവൾ അങ്ങനെ ആയാലും പറ്റും?
വേറെ ദുനിയാവിൽ ആർക്കും മാപ്പ് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. എന്നാൽ ലോകത്ത് ആർക്കും മാപ്പ് കൊടുത്തിട്ടില്ലെങ്കിലും ആദ്യം ഭാര്യയ്ക്ക് മാപ്പ് കൊടുക്കണം. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. ഒരു വളഞ്ഞ വാരിയലിൽ നിന്നാണ് പെണ്ണ് സൃഷ്ടിക്കപ്പെട്ടത്. ആ വളവോടുകൂടി അവളെ ഉൾക്കൊള്ളാൻ. ഇതേപോലുള്ള ദുൽഹിജ്ജ 10 ദിവസത്തിൽ പ്രഭാഷണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിനത്തിൽ ഉപദേശം നൽകുമ്പോൾ ഒരു പെരുന്നാൾ ഉപദേശത്തിലും വിട്ടുപോകാത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് അറിയാമോ? പ്രവാചകന്റെ അനുചരന്മാർ നിരന്തരമായി ഈദ് ദിനത്തിൽ നൽകുന്ന ഏറ്റവും സുപ്രധാനമായ സംഗതി എന്താണെന്ന് അറിയാമോ? ഇസ്തൗസു ബിന്നിസാ. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ വസിയത്ത് സ്വീകരിക്കണം. പെണ്ണുങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യത്തിൽ ഉപദേശം അതാർക്കും പഠിക്കണ്ട. അതുകൊണ്ട് ഭർത്താക്കന്മാരുടെ കടമകൾ നന്നായിട്ട് പഠിക്കണം. അതിന്റെ കേസറ്റുകൾ കേൾക്കണം. അത് ഭാര്യമാരുടെ മുന്നിലിട്ട് അവരെ ഒരുമിച്ച് കേൾക്കണം, പഠിക്കണം. അതാണ് ഓരോന്നും വിശദീകരിക്കാൻ നമുക്ക് നേരം ചുരുക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഫറുഖു മുഅ്മിനുൻ മുഅ്മിനതൻ ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റദിയ മിൻഹാ ആഖർ. ഒരു സത്യവിശ്വാസി ഒരു സത്യവിശ്വാസിനിയോട് വേർപെടരുത്. അവളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടാകുമല്ലോ. ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഉണ്ടാകും, മനുഷ്യരല്ലേ, സംഭവിക്കാം. ഏതെങ്കിലുമൊക്കെ സമയത്ത് അത് ഉണ്ടാവാം. ആ സാഹചര്യങ്ങൾ ഏറ്റവും പോസിറ്റീവായി നല്ല ഗുണകാംക്ഷയോടുകൂടി അത് പരിഹരിക്കാൻ, ആ ന്യൂനത അവരിൽ നിന്ന് ഇല്ലാതാകാൻ അവരെ പുഞ്ചിരിയോടും പ്രസന്നതയോടും കൂടി സഹകരിക്കുന്നതിനു പകരം വാശിയോടും വൈരാഗ്യത്തോടും കൂടി വാളെടുക്കേണ്ട എന്താ ആവശ്യം നമുക്കുള്ളത്? സ്വന്തം ഭാര്യമാരോട് ശരിക്കും ചിന്തിക്കണം. ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യ ഒഴിവാക്കാം. അവൾ അങ്ങനെ ഇങ്ങനെ പരാതി അങ്ങ് പറഞ്ഞു ഭാര്യയെ കുറിച്ച്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗുണമൊന്നുമില്ലേ, നീ പറഞ്ഞ കുറ്റങ്ങളും ഗുണങ്ങൾ ഒരുപാടുണ്ട്, ഒക്കെ ശരി, പക്ഷേ അവൾ ഈ വിഷയത്തിൽ ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, ഒരു വിഷയത്തിൽ നിനക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംഗതി അവളിൽ നിന്ന് സംഭവിച്ചുവെങ്കിൽ മറ്റൊരു വിഷയത്തിൽ നിനക്ക് ഇഷ്ടമുള്ള സംഗതി ഉണ്ടല്ലോ, അതുകൊണ്ട് അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ഈ വിഷയത്തിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ള കാര്യം. ഇനിയുള്ളതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി മറ്റു ക്ലാസ്സുകളിലാവട്ടെ, കുടുംബസംഗമങ്ങളും ക്ലാസ്സുകളും ഒക്കെ ഇൻഷാ അല്ലാഹ് പിന്നാലെ വരുന്നുണ്ട്. മക്കളോട് എങ്ങനെ പെരുമാറണം, കുടുംബജീവിതത്തിന്റെ ഭദ്രത എങ്ങനെ ക്രമീകരിക്കണം, ഒരുപാട് വിഷയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിലായിരിക്കാം. ഇപ്പോൾ ഞാൻ അവസാനമായി ശ്രദ്ധയിൽപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോ കുറച്ച് ആളുകളാണെങ്കിലും നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഇതൊന്ന് ഒരുമിച്ചിരുന്ന് കേൾക്കാൻ, ചുരുങ്ങിയ ദമ്പതികളെങ്കിലും ഇവിടെ ഉണ്ടല്ലോ, ഭാര്യ ഭർത്താക്കന്മാർ, അവർക്കെങ്കിലും മനസ്സിലായി ഇങ്ങനെ ഒരുമിച്ചിരുന്നൊന്ന് കേൾക്കാൻ അവസരം ഉണ്ടായാൽ തന്നെ പകുതി മഞ്ഞൊക്കെ ഉരുകും. മനസ്സിലായില്ലേ? പെണ്ണ് ഒരു കാര്യം ചെയ്താൽ മതി, പരാതിയുടെ ആ പെട്ടി എടുത്തിട്ട് നാവിന്റെ അടുത്ത് നിന്ന് ഇറക്കി വെക്കുക. ഭർത്താവ് ഒരു കാര്യം ചെയ്യുക, എന്താണ്? ഭാര്യയെ ഒരു അടിമയായി കാണാതെ അവളുടെ അഭിമാനം വകവെച്ചു കൊടുക്കുക. അവളുടെ മനസ്സ് ഞാൻ ക്ഷതപ്പെടുത്തില്ല. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തെ ഏറ്റവും മികച്ച ദിവസം ഏതാണ്? ഈ ലോകത്തെ മികച്ച മാസം ഏതാണ്? ഈ ലോകത്തെ ഏറ്റവും മികച്ച സ്ഥലം ഏതാണ്? ഇതിന് എല്ലാവർക്കും ഉത്തരം അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ലോകത്തെ ഏറ്റവും നല്ല സ്ഥലം, പവിത്രമായ സ്ഥലം, അത് ഹറമാണ്. ഏറ്റവും പവിത്രമായ ദിവസം, ഏറ്റവും പവിത്രമായ മാസം ദുൽഹിജ്ജയാണ്. ഏറ്റവും പവിത്രമായ ദിവസം ദുൽഹിജ്ജ 10 അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഏറ്റവും പവിത്രമായ ഒരു മാസത്തിലെ ഏറ്റവും പവിത്രമായ ഒരു ദിവസത്തിന്റെ അവസാന സന്ദർഭങ്ങളിലാണ് നമ്മളുള്ളത്. നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നേരം പോക്കേണ്ട സമയം. കോമഡി ഷോ കണ്ടിട്ടും ടൂർ പോയിട്ടും സമയം തീർക്കേണ്ട രാവല്ല. വലിയ പെരുന്നാളിനല്ല ടൂർ പോകേണ്ടത്, പെരുന്നാൾ കഴിഞ്ഞിട്ടാ. ഇനി അഥവാ ഹലാലായ സ്ഥലത്തേക്ക് പോവാണെങ്കിൽ തന്നെ ശരിക്കും ചിന്തിക്കണം. ആർക്കും ഗൗരവം അറിയാത്തോണ്ടാ, ദുൽഹിജ്ജ 10 മഹത്വം അറിയാത്തത് കൊണ്ടാ, അതിന്റെ ഓരോ സെക്കൻഡും എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ സഹോദരന്മാർക്ക് നാം ഉപദേശം നൽകണം. ഈ വഴികളെ കുറിച്ച് ആലോചിക്കാൻ നേരമില്ലാത്തവർ. അങ്ങനെ വരുമ്പോ നിങ്ങൾ ചിന്തിക്കണം, ഏറ്റവും വിശിഷ്ടമായ ദിവസം അത് ദുൽഹിജ്ജ 10. ദുൽഹിജ്ജ മാസത്തിലെ 10-ാം തീയതി ഹറം, അവിടെയുള്ള ആ രംഗത്ത് പവിത്രത എത്രമാത്രമായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനേക്കാൾ പവിത്രമായ ഒരു സംഗതിയാണുള്ളത്, അത് സത്യവിശ്വാസിയുടെ അഭിമാനമാണ്. ഓരോ സത്യവിശ്വാസിയുടെയും അഭിമാനം അള്ളാഹു ഏറ്റവും പവിത്രമാക്കിയ ഹറമിനേക്കാൾ പവിത്രമാണ്. ദുൽഹിജ്ജ മാസത്തെക്കാൾ പവിത്രമാണ്. 10-ാം തീയതിയേക്കാൾ പവിത്രമാണ് ഒരു സത്യവിശ്വാസിയുടെ അഭിമാനം. അപ്പോൾ സത്യവിശ്വാസിനിയായ ഒരു ഭാര്യയുടെ അഭിമാനം, സത്യവിശ്വാസിയായ ഒരു ഭർത്താവിന്റെ അഭിമാനം, ഭർത്താക്കന്മാരുടെ അഭിമാനം ചോദ്യം ചെയ്യുന്ന ഭാര്യമാർ, മക്കളുടെ മുന്നിൽ വെച്ച്, കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച്, കൂട്ടുകാരികളുടെ മുന്നിൽ വെച്ച് പോലും അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്യുള്ളൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കൂട്ടുകാരികളുടെ മുമ്പിൽ വെച്ച് വരെ വർത്താനം പറയാം. ഭർത്താക്കന്മാര് തമാശക്കാണെങ്കിൽ പോലും മനസ്സിനെ നോയിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുന്ന ഭാര്യമാർ ശ്രദ്ധിക്കണം.
മനസ്സിനെ നോവിക്കുന്ന വർത്തമാനം പറയുന്ന ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. ഒരു പെണ്ണെങ്ങനെയാകണം? ഖൈറുൻ നിസാഇ ലത്തി തസുറുഹു ഇദാ നളർ, നീ നോക്കുമ്പോൾ അവൾ നിന്നെ സന്തോഷിപ്പിക്കണം. തുതിഉഹു ഇദാ അമർ, നീ കൽപ്പിക്കുമ്പോൾ അവൾ നിന്നെ അനുസരിക്കണം. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വലാ മാലിഹാ ബിമാ യക്റഹു, ഭർത്താവ് വെറുക്കുന്ന വിഷയത്തിൽ തന്റെ സ്വത്തും തന്റെ ശരീരവും സംരക്ഷിക്കാൻ അതിൽ വിശ്വസ്തയായിരിക്കാൻ അവൾക്ക് സാധിക്കണം. ഈ കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് പരിഹാരമായി എനിക്ക് ഏറ്റവും പ്രധാനം നിർദ്ദേശിക്കാനുള്ളത് ഒരുമിച്ച് ദീന് പഠിക്കുന്ന സാഹചര്യം. വീട്ടിൽ കുടുംബത്തിൽ ദീനിന്റെ ചർച്ച, ഒരുമിച്ചിരുന്ന് നല്ല പ്രഭാഷണത്തിന്റെ കാസറ്റുകളൊക്കെ കേൾക്കാം, ഒരുമിച്ചിരുന്ന് ഖുർആൻ ആയത്ത് കേൾക്കാം. ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സിൽ ഒരുമിച്ചുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള അവസരം ഉണ്ടെങ്കിൽ അത്തരം അവസ്ഥയിൽ പങ്കെടുക്കും. കുടുംബങ്ങളായിട്ട് പഠിക്കാം. കുടുംബ ക്ലാസ്സുകളിൽ ഭാര്യമാരെ ഇറക്കി ഭർത്താക്കന്മാര് ഉറങ്ങാൻ പോകുന്ന ഏർപ്പാട് നിർത്തുക. ഭാര്യമാരും ഭർത്താക്കന്മാരും എന്ത് ചെയ്യാം? ഒരുമിച്ചിരുന്ന് ക്ലാസ് കേൾക്കാം. ഓള് കേൾക്കുന്ന ക്ലാസ് ഞാൻ കേൾക്കണ്ട, ഞാൻ കേൾക്കുന്ന ക്ലാസ് ഓളും കേൾക്കണ്ട. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. രണ്ടാളും ഒരുമിച്ച് കേട്ട ഇന്ന് ക്ലാസ് കേട്ട നേരെ വിരുദ്ധമായിരിക്കും വീട്ടിൽ ചെന്നുണ്ടാവുക. അതുകൊണ്ട് ഒരുമിച്ച് ക്ലാസ് കേൾക്കാൻ പലർക്കും മടിയാണ്. അപ്പൊ നമ്മുടെ അവസ്ഥ മാറ്റുക. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ക്ലാസ് കേൾക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നീക്കി വെക്കുക ദീന് പഠിക്കാൻ, മക്കളെ ദീനിൽ വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ ദീനിൽ നമ്മുടെ കുടുംബത്തെ വളർത്തിക്കൊണ്ടുവന്ന് നരകത്തെപ്പറ്റി ചിന്തിച്ച് അതിനെപ്പറ്റി കേട്ട് ഒരുമിച്ചിരുന്ന് വീട്ടിലിരുന്ന് ഖുർആൻ ആയത്തുകൾ ഓതി പരസ്പരം ചർച്ച ചെയ്ത്, ഇനി 2 ക്ലാസ്സിൽ ഖുർആൻ ലേണിങ്ങിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കണം, ഏതായാലും പഠിക്കണം. ആ പഠിക്കുന്ന വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്ത് ശരിക്കും ഉൾക്കൊണ്ടുപോയാൽ എത്ര ഹൃദ്യമായ കുടുംബമായിരിക്കും. അവിടെ ഏതെങ്കിലും ഒരാൾക്ക് പിന്നെ ചാനലിനോടും ഡാൻസറോടും താല്പര്യം ഉണ്ടാവില്ല. രണ്ടാളും ഒരുമിച്ചാണ് പഠിക്കുന്നത്, ഒരേ ദിശയിലാണ് വളരുന്നത്. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെയും മാതൃക ഉൾക്കൊണ്ട് ആദർശത്തെക്കുറിച്ച് വ്യക്തമായ പഠനം നടത്തണം. തൗഹീദ് പഠിക്കണം, സുന്നത്ത് പഠിക്കണം. നിങ്ങൾക്കറിയാമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വെച്ച് ഒരാൾ അറാബി ഇങ്ങോട്ട് വന്ന് മുസ്ലിം ആയിട്ടേ ഉള്ളൂ. നബി പറഞ്ഞു അയാളോട് വലത്തെ കൈ കൊണ്ട് കുടിക്കണം, അയാൾ ഇടത്തേക്കാണ്ട കുടിക്കുന്നത്. പെട്ടെന്ന് ക്ഷുഭിതനെ അദ്ദേഹം പറഞ്ഞു ലസ്തത്തകത്ത് എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞു. എനിക്കിപ്പം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല നബി ഉപദേശിച്ചത്. ഇടത്തെ കണ്ട് കുടിച്ചോണ്ടിരിക്കുന്ന ആളോട് നബി പറഞ്ഞു നീ വലത്തെ കൈ കൊണ്ട് കുടിക്കും, എനിക്ക് പറ്റില്ല എന്ന്. നബി സാസം വന്നാൽ മസ്തത്തകത്താൻ നിനക്കത് സാധിക്കാതെ പോകട്ടെ. അത്ര രൂക്ഷമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയെ അവഗണിക്കുന്നതിന്റെ ഗൗരവമാണ്. നബി ശാപപ്രാർത്ഥന നടത്തുന്ന ആളല്ല. ഒരിക്കലും ഞാൻ എല്ലാവരെയും ശപിക്കാൻ വേണ്ടി വന്നവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ശപിക്കാൻ വേണ്ടി വന്നവനല്ല. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും നിലക്കൊരു ശാപത്തിന്റെ വാക്ക് പറഞ്ഞ് ഇവർക്ക് വേണ്ടിയാണ്. ഈ മനുഷ്യന്റെ കൈ ഉയർത്താൻ, പിന്നെ അദ്ദേഹത്തിന്റെ ആ വലത്തെ കൈ ഉയർത്താൻ പറ്റിയിട്ടില്ല എന്നാണ് ഹദീസിൽ. അത്ര ഗൗരവമാണ്, നിസ്സാരമായിട്ട് കാണരുത്. നമ്മുടെ കുടുംബത്തിൽ ആൺകുട്ടികൾ നിര്യാണിക്ക് താഴെ തുണി ഉടുക്കുമ്പോ, പെൺകുട്ടികൾ അഭിസാരികമാരുടെ വസ്ത്രം ധരിക്കുമ്പോൾ അത് ഗൾഫിൽ ഇളവൊന്നുമില്ല, ഗൾഫുകാർക്കും ഇളവൊന്നുമില്ല. വസ്ത്രധാരണ എല്ലായിടത്തും ഒരുപോലെ തന്നെ. പല തബറുജൽ ജാഹിലിയത്തിൽ ഊല. ഇവിടെ വന്നാൽ നമ്മൾ ഈ ഹറാമിന്റെ വിശ്വാസമറിയാത്തവരുടെ, നരകത്തിലേക്ക് സഞ്ചരിക്കുന്നവരുടെ, കുഫറിന്റെ വക്താക്കളുടെ, സൃഷ്ടിപൂജ നടത്തുന്നവരുടെ അവരുടെ സംസ്കാരത്തോട് മത്സരിക്കാൻ. അവരുടെ കൂടെ സ്കൂളിൽ പഠിക്കുന്നു, അവരുടെ കൂടെ കോളേജിൽ പഠിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വ്യക്തിത്വം പാലിക്കാൻ, ഇസ്ലാമിക വ്യക്തിത്വം പാലിക്കാൻ ഏറ്റവും അനുകൂല സ്ഥിതിയുള്ള സാഹചര്യങ്ങളിൽ ജീവിച്ചിട്ട് പോലും FM റേഡിയോകളിലൂടെ, ചാനലുകളിലൂടെ കിഞ്ചന വർത്തമാനം പറയാനും കിന്നാരം പറയാനും, ഭർത്താവ് ജോലിക്ക് പോയി ഭാര്യയുടെ ജോലി അന്യപുരുഷനോട് ടെലിഫോണിലൂടെ പരസ്യമായിട്ട് സല്ലപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തോന്നിവാസം നിർത്തണം. ഹറാമുകൾ ആസ്വദിക്കുന്ന ഏർപ്പാട്, ഭാര്യയ്ക്ക് ജോലിക്ക് പോകുമ്പോൾ സിനിമ കാണാനും അതേപോലെ ഡാൻസും പാട്ടും മ്യൂസിക്കും ആസ്വദിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അങ്ങനെ ശരിയായ റബ്ബിന്റെ പൊരുത്തം, ശൈത്താൻ ഇറങ്ങുന്ന വീടാകരുത്, റബ്ബിന്റെ മലക്കുകൾ വന്നിറങ്ങുന്ന വീടായി നമ്മുടെ വീട് മാറണം. ആ നിലക്ക് നമ്മൾ നമ്മുടെ സന്താനങ്ങളെ വളർത്തണം, അവരെ ദീന് പഠിപ്പിക്കണം. മദ്രസ പഠനമടക്കം ദീനിന്റെ വിഷയങ്ങൾ ഓരോന്നും പഠിക്കാൻ, ആദർശബോധത്തോടെ വളരാൻ പ്രത്യേകം ഓരോരുത്തരും ശ്രദ്ധയും ജാഗ്രതയും ഉള്ളവരായിരിക്കണം എന്ന് മാത്രം വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ നാഥൻ ഇണക്കമുള്ളവരായി മരണം വരെ കഴിഞ്ഞുകൂട്ടാൻ നമ്മുടെ കുടുംബങ്ങളിലെ ഓരോ ദമ്പതികൾക്കും അനുഗ്രഹം നൽകുമാറാവട്ടെ. ഏതെങ്കിലും നിലക്കുള്ള പിണക്കങ്ങളോ പ്രയാസങ്ങളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മുടെ ഈ സംഗമം അള്ളാഹു ഒരു കാരണമാക്കി തരുമാറാകട്ടെ. അതേപോലെ തന്നെ പടച്ചതമ്പുരാന്റെ ഏറ്റവും വലിയ പരീക്ഷണം അത് സ്വന്തം മക്കളിലും ഇണകളിലുമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ വിജയം വരിക്കാൻ തക്കവണ്ണം ആദർശ കുടുംബത്തെ വാർത്തെടുക്കാനുള്ള അറിവും അത് നടപ്പാക്കാനുള്ള സന്നദ്ധതയും അള്ളാഹു നമ്മിൽ നിലനിർത്തി തരുമാറാവട്ടെ.
നമ്മുടെ ഹൃദയം അള്ളാഹു അങ്ങേയറ്റം വിശാലമാക്കി തരുമാറാകട്ടെ. വിശാലത കാണിക്കാനും വിട്ടുവീഴ്ച കാണിക്കാനും സഹിഷ്ണുതയോടെ പെരുമാറാനും മാപ്പ് നൽകാനുമുള്ള ഒരു നല്ല ഈമാൻ അള്ളാഹു നമ്മിൽ നിലനിർത്തി തരുമാറാകട്ടെ. സഹാബത്തിന്റെ ജീവിതം അത് മാതൃകയാക്കാൻ, പ്രവാചകന്മാരുടെ ജീവിതം അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അവരിൽ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ശിഫയേകുമാറാവട്ടെ. വാർദ്ധക്യത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. والسلام عليكم ورحمة الله.